എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരി 20 നടന്ന ഖാദി ബോർഡ് LDC പ്രിലിംസ് സ്റ്റേജ് 5ൻ്റെ ക്വസ്റ്റ്യനും ആൻസർ കീയുമാണ്. ഇനി വരുന്ന LDC, LGS, LPUP എക്സാം എഴുതാൻ പോകുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെയധികം പ്രയോജനം ചെയ്യും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, TK മാധവൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വാമി വിവേകാനന്ദൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ക്വസ്റ്റ്യൻ നമ്പർ 4. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 3 മാത്രം. അതായത് ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, അതേപോലെ സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം സ്ഥാപിച്ചു. ഇതെല്ലാം വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടാത്തത് ഏതാണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്രീ U ഷറഫ് അലി. ഇത് കറന്റ് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പിച്ചു പഠിച്ചു വെക്കുക. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ശ്രീ U ഷറഫ് അലി. ക്വസ്റ്റ്യൻ നമ്പർ 6. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, P വത്സല. അപ്പോൾ 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P വത്സലയ്ക്കാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? A സേതുമാധവനാണ്. A സേതുമാധവൻ. അത് 30ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് ലഭിച്ചത്. അതേപോലെ 2023 പ്രൊഫസർ SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അത് 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് 2023 ലഭിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 8. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, EMS നമ്പൂതിരിപ്പാട്. ക്വസ്റ്റ്യൻ നമ്പർ 9. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിഴലുറങ്ങുന്ന വഴികൾ. ക്വസ്റ്റ്യൻ നമ്പർ 10. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ആഗസ്റ്റ് 23. ഇതും കറന്റ് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേല. ക്വസ്റ്റ്യൻ നമ്പർ 12. കരിമ്പ് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 13. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയപാതയിൽ ഉൾപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ദേശീയ ജലപാത 3. അപ്പോൾ ദേശീയ ജലപാത 1 ഏതാണ്? അത് അലഹബാദ് ഹാൽഡിയ ആണ്. ദേശീയപാത 2 ഏതാണ്? അത് സാദിയ ദുബ്രിയാണ്. അപ്പോൾ ദേശീയ ജലപാത 4 ഏതാണ്? അത് കാക്കിനാഡ പുതുച്ചേരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഫ്ഗാനിസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മഹാത്മാഗാന്ധി. ക്വസ്റ്റ്യൻ നമ്പർ 16. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ശുഷ്കമായി കൊണ്ടിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗോദാവരി. ക്വസ്റ്റ്യൻ നമ്പർ 18.
പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 2, 3. അതായത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഈ 2 പ്രസ്താവനകളാണ് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് ഏതൊക്കെയാണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു, അതേപോലെ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ 2 പ്രസ്താവനകൾ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1853. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ജാറിയ. ജാറിയ ഏത് സ്റ്റേറ്റ് ആണ്? ജാർഖണ്ഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? നീളവും വീതിയുമാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 3:2. ക്വസ്റ്റ്യൻ നമ്പർ 22. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1993 ഒക്ടോബർ 12. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് 12 ഒക്ടോബർ 2005. 2005 ഒക്ടോബർ 12-നാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 21. ക്വസ്റ്റ്യൻ നമ്പർ 25. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ദേവനാഗരി. ക്വസ്റ്റ്യൻ നമ്പർ 26. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കടുവ. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അനുച്ഛേദം 21A. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അനുച്ഛേദം 21A. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഗം 4A. ക്വസ്റ്റ്യൻ നമ്പർ 29. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് രവീന്ദ്രനാഥ ടാഗോർ. ക്വസ്റ്റ്യൻ നമ്പർ 30. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. എന്നാണ് നടന്നത്? 1896-ലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 32. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് PT ഉഷ. ക്വസ്റ്റ്യൻ നമ്പർ 33. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 2017. ക്വസ്റ്റ്യൻ നമ്പർ 34. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പാമ്പാർ. ക്വസ്റ്റ്യൻ നമ്പർ 35. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഭാരതപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 36. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നഞ്ചിയമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 37. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. ക്വസ്റ്റ്യൻ നമ്പർ 38. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരവികുളം. ക്വസ്റ്റ്യൻ നമ്പർ 39. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വേമ്പനാട്ടുകായൽ. ക്വസ്റ്റ്യൻ നമ്പർ 40. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏതു താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നെയ്യാറ്റിൻകര. ക്വസ്റ്റ്യൻ നമ്പർ 41. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അയ്യങ്കാളി. ക്വസ്റ്റ്യൻ നമ്പർ 42. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അരുവിപ്പുറം. ക്വസ്റ്റ്യൻ നമ്പർ 43. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആറ്റിങ്ങൽ കലാപം. ക്വസ്റ്റ്യൻ നമ്പർ 44. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1924. ക്വസ്റ്റ്യൻ നമ്പർ 45. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അരയ സമാജം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അരയ സമാജം. ക്വസ്റ്റ്യൻ നമ്പർ 46. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബേപ്പൂർ മുതൽ തിരൂർ വരെ. ക്വസ്റ്റ്യൻ നമ്പർ 47. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കെ കേളപ്പൻ. ക്വസ്റ്റ്യൻ നമ്പർ 48. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നെടുങ്ങാടി ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 49. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പാരീസ്. ക്വസ്റ്റ്യൻ നമ്പർ 50. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി BT ഭട്ടതിരിപ്പാട്. ക്വസ്റ്റ്യൻ നമ്പർ 51. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വസ്റ്റ്യൻ നമ്പർ 52. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് രാമനമ്പി. ക്വസ്റ്റ്യൻ നമ്പർ 53. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ്. ക്വസ്റ്റ്യൻ നമ്പർ 54. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രസീൽ. 2023 ഇന്ത്യ ആയിരുന്നു, 2024 ബ്രസീലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 55. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി. ക്വസ്റ്റ്യൻ നമ്പർ 56. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് 1919. ക്വസ്റ്റ്യൻ നമ്പർ 57. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവനയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ദാദാഭായ് നവറോജി. ക്വസ്റ്റ്യൻ നമ്പർ 58. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവ് ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ക്വസ്റ്റ്യൻ നമ്പർ 59. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഫക്രാനങ്കൽ. ക്വസ്റ്റ്യൻ നമ്പർ 60. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരി നിയമത്തിന്റെ പേരെന്ത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് റൗലറ്റ് ആക്ട്. ക്വസ്റ്റ്യൻ നമ്പർ 61. ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കറക്റ്റ് ആൻസർ സമ്പർക്കം മുഖേന. ക്വസ്റ്റ്യൻ നമ്പർ 62. കേരളത്തിലെ അവിവാഹിതരായ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സ്നേഹസ്പർശം. ക്വസ്റ്റ്യൻ നമ്പർ 63. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോണോസൈറ്റും ന്യൂട്രോഫില്ലും. ക്വസ്റ്റ്യൻ നമ്പർ 64. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമൽ ആണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ക്വസ്റ്റ്യൻ നമ്പർ 65. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. അതായത് മോണ, ത്വക്ക്, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ബി. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ക്വസ്റ്റ്യൻ നമ്പർ 66. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, സൾഫർ ഡയോക്സൈഡ്. ക്വസ്റ്റ്യൻ നമ്പർ 67. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇന്ത്യ. നിലവിൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1ാം സ്ഥാനം ഇന്ത്യക്കാണ്. പക്ഷേ SCRTയിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 1ാം സ്ഥാനം ബംഗ്ലാദേശാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചണം ഉൽപ്പാദനത്തിൽ നിലവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഇന്ത്യ ആയിരിക്കും. SCRT ആൻസർ ആണെങ്കിൽ അത് ബംഗ്ലാദേശാണ്. ക്വസ്റ്റ്യൻ നമ്പർ 68. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 7. ക്വസ്റ്റ്യൻ നമ്പർ 69. പയർ ചെടിയുടെ സങ്കര ഇനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭാഗ്യലക്ഷ്മി. ക്വസ്റ്റ്യൻ നമ്പർ 70. വനവിഭവം അല്ലാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മണ്ണെണ്ണ. ക്വസ്റ്റ്യൻ നമ്പർ 71. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 18. ക്വസ്റ്റ്യൻ നമ്പർ 72. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. അപ്പോൾ ബാക്കിയൊക്കെ ഓർത്ത് വയ്ക്കുക. ബാക്കിയുള്ളതൊക്കെ ഓക്സിജൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണ്. അതായത് ജ്വലനത്തിന് ഓക്സിജൻ സഹായിക്കുന്നുണ്ട്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു, കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 73. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കാർമോയിസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 74. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, റുദർഫോർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 75. കലാമിൻ ഏതു ലോഹത്തിന്റെ അയിരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 76. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അപവർത്തനം. ക്വസ്റ്റ്യൻ നമ്പർ 77. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബാഷ്പീകരണം. ക്വസ്റ്റ്യൻ നമ്പർ 78. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം. അതായത് കാറ്റ്, തിരമാല തുടങ്ങിയവയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. അപ്പോൾ പെട്രോള്, കൽക്കരിയൊക്കെ തുടങ്ങിയവ ഏതിന് എക്സാമ്പിളാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾക്ക് എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 79. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭ്രമണചലനം. ക്വസ്റ്റ്യൻ നമ്പർ 80. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, രാകേഷ് ശർമ്മ. മാത്സ് ആൻസർ മാത്രം പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 81. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 15%. ക്വസ്റ്റ്യൻ നമ്പർ 82. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 48. ക്വസ്റ്റ്യൻ നമ്പർ 83. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 18/7. ക്വസ്റ്റ്യൻ നമ്പർ 84. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, 70. ക്വസ്റ്റ്യൻ നമ്പർ 85. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 10. ക്വസ്റ്റ്യൻ നമ്പർ 86. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, 256-ൽ 1. ക്വസ്റ്റ്യൻ നമ്പർ 87. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 16,200. ക്വസ്റ്റ്യൻ നമ്പർ 88. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 36. ക്വസ്റ്റ്യൻ നമ്പർ 89. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 44%. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 91. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 92. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
Question number 93, correct answer option B 360. Question number 94, correct answer option A. Question number 95, correct answer option C. Question number 96, correct answer option A. Question number 97, correct answer option B. Question number 98, correct answer option C. Question number 99, correct answer option C. Question number 100, correct answer option A. Thank you.